എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു ചടങ്ങിൻ്റെ ബഹുമാന്യനായ അധ്യക്ഷൻ ടി മുഹമ്മദ് വേളം, സ്വാഗത ഭാഷണം നടത്തിയ ശ്രീ ടി കെ മുഹമ്മദ് അലി, വേദിയിലുള്ള ഏറ്റവും വിശിഷ്ടരായിട്ടുള്ള ശ്രീ പ്രമോദ് രാമൻ, ശ്രീ വി ടി അബ്ദുള്ളക്കോയ തങ്ങൾ, എ റഹമത്ത് തുന്നീസ, വി കെ ഹംസ അബ്ബാസ്, ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്, ടി ടി പി സാജിദ, തൗഫീഖ് മമ്പാട്, യു പി സിദ്ദിഖ്, ഫൈസൽ പൈങ്ങോട്ടായി, സി കെ ജബ്ബാർ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇന്നിവിടെ കണക്റ്റ കൾച്ചറൽ എക്സിബിഷൻ എന്ന പേരിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിക്കാണ് ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, ഒരു മനുഷ്യരായി ജീവിച്ച് ഭൂമിയിൽ ജീവിച്ചാൽ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ ജാതിയുടെ, മതത്തിൻ്റെ, രാഷ്ട്രീയത്തിൻ്റെ പേരിലൊക്കെ തന്നെ ഭിന്നത നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, മനുഷ്യബന്ധങ്ങളുടെ വില അതെത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് കാട്ടിത്തരുന്ന തരത്തിലുള്ള ഒരു വലിയ കൾച്ചറൽ എക്സിബിഷനാണ് ഇവിടെ ഇവിടെ ഈ സംഘാടകർ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അത് വലിയ ഒരു സമൂഹത്തിലേക്കുള്ള ഒരു വലിയ മെസ്സേജാണത്. ഇന്ന് വർഗീയ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ നമ്മുടെ രാജ്യം ഭിന്നിപ്പിച്ചിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്കിടയിലുള്ള സ്പർദ്ധകൾക്കൊന്നും ആവശ്യമില്ല. അതിൻ്റെ ഒരു ആവശ്യകതയും ഇല്ലാത്ത മനുഷ്യജീവൻ എന്ന് പറയുന്നത് ഏത് സമയത്തും അസ്തമിക്കാൻ പോകുന്ന ആ ജീവൻ പൊതു നന്മ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളതാണ് എന്ന് വിളിച്ചോതുന്ന തരത്തിലുള്ള ഒരു സമ്മേളനമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പലതിൻ്റെ പേരിലും, അത് ഏതിൻ്റേതെന്നുള്ള, ജാതിയുടേതായാലും മതത്തിൻ്റേതായാലും രാഷ്ട്രീയത്തിൻ്റേതായാലും ലഹരിയുടെ പേരിലായാലും മനുഷ്യന്മാർ തമ്മിലടിച്ച് കൊല്ലപ്പെടുന്ന ഒരു സംസ്കാരം ഇന്ന് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുക. സ്വന്തം വീട്ടിൽ പോലും കുടുംബ ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുക. ബന്ധങ്ങളുടെ വില നമുക്ക് പരസ്പരം തിരിച്ചറിയാനാവാതെ നമ്മളൊക്കെ കാലം ഇങ്ങനെ തള്ളി നീക്കിക്കൊണ്ടിരിക്കുക. കുടുംബത്തിൽ അച്ഛനമ്മ മക്കളെ എങ്ങനെയാണ് നോക്കുന്നത്? മക്കൾ അച്ഛനെ കൊല്ലുന്നു, അച്ഛൻ മക്കളെ കൊല്ലുന്നു, ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു, ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു എന്ന് വേണ്ട ഓരോ ദിവസവും നമ്മൾ പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ കേൾക്കുന്ന വാർത്തകളൊക്കെ തന്നെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ്. നമ്മുടെ സമൂഹത്തിന് ഇത് എന്തു പറ്റി എന്ന് ചിന്തിക്കേണ്ട കാലം കടന്നിരിക്കുകയാണ്. അത്രമാത്രം വേദനാജനകമായിട്ടുള്ള വാർത്തകളാണ് ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഇത്തരം ക്രൂരകൃത്യങ്ങൾ നമ്മുടെ നാട്ടിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ അരങ്ങേറുന്നത് എന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ്. ഒരു കുടുംബത്തിൽ തന്നെ പലരെയും വെട്ടിക്കൊല്ലുന്ന ഒരു കാലഘട്ടം. നമ്മൾ ഒരിക്കൽ പോലും വിശ്വസിക്കാൻ പറ്റാത്ത, കേൾക്കാൻ പാടില്ലാത്ത വാർത്തകൾ ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ സംഭവിക്കാനുള്ള കാരണം എന്താണ്? അത് ഒരു ചോദ്യചിഹ്നമായി ഇന്നും നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഒരു കാലത്ത് നമുക്കറിയാം, പഴയ കാലങ്ങളിൽ നമ്മുടെ ഇടയിലുള്ള ആ ബന്ധങ്ങൾ അതൊക്കെ ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ പഴയ കാലങ്ങളിൽ നമുക്കറിയാം, നമ്മുടെ അധ്യാപകന്മാരെ, നമ്മുടെ ഗുരുക്കന്മാരെ, നമ്മുടെ രക്ഷിതാക്കളെ, നമ്മുടെ പ്രായമായിട്ടുള്ള ആളുകളെ ഒക്കെ ബഹുമാനിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം കടന്നുപോയിരിക്കുന്നു. അന്ന് നമ്മൾ അവരുടെ മുന്നിൽ റിക്വസ്റ്റുമായി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ അവരുടെ മുന്നിൽ കമാൻഡ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ യുവതലമുറ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ രക്ഷിതാക്കളുടെ മുന്നിൽ നമ്മളെ മക്കളൊക്കെ തന്നെ ഒരു ആവശ്യത്തിന് വേണ്ടി കമാൻഡ് ചെയ്യുന്ന അവസ്ഥയിലേക്കാണ്. എനിക്ക് അത് വേണം, എനിക്ക് ഇത് വേണം, എനിക്ക് അവിടെ പോകണം, എനിക്ക് ഇത്ര കാശ് വേണം, എനിക്ക് ഇന്നൊരു ബൈക്ക് വാങ്ങിത്തരണോ, ഇന്ന് എനിക്കൊരു കാർ വാങ്ങിത്തരണം, ഇങ്ങനെ എന്ന് വേണ്ട അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ രക്ഷിതാക്കളുടെ മുന്നിലേക്ക് കമാൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളത് ഒരു വളരെ യാഥാർത്ഥ്യമാണ്. നമ്മുടെ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് വലിയ അത്രമാത്രം വ്യത്യാസമായി നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുക.
ലഹരിയുടെ ഉപയോഗം കൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് തന്നിലേക്കുണ്ടാവുന്ന മാറ്റം പോലും തിരിച്ചറിയാനാവാതെ നമ്മുടെ യുവജനങ്ങൾ ഇങ്ങനെ അതിനടിമപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ യുവതലമുറയ്ക്ക് ഇത് എന്തു പറ്റി എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ അതിനപ്പുറത്തേക്ക് മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഉപകരണത്തിൻ്റെ ആ ഒരു എന്താ പറയുക ഉപയോഗം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ ബന്ധങ്ങൾക്ക് വിലയില്ലാതാക്കി മാറ്റിയിരിക്കുന്നു. കാരണം നമ്മുടെ ഒരു വീട്ടിൽ ഒരുമിച്ചിരുന്ന് ഒരു ആഹാരം പോലും കഴിക്കാൻ സമയമില്ലാതായി മാറിയിരിക്കുന്നു. പരസ്പരം നമുക്ക് സംസാരിക്കാൻ പോലും സമയമില്ല. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു വീട്ടിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് ഒരാൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ ഓഫീസിലെത്തി ഫോണിൽ വിളിച്ചു പറയുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. നമ്മുടെ രാത്രികാലങ്ങളിലുള്ള ഒരു കാലത്ത് നമുക്കറിയാം നമ്മളെ വീടുകളിലൊക്കെ തന്നെ നമ്മളെ കുടുംബ ബന്ധങ്ങളുടെ ആ ഒരു ഇഴയടുപ്പം നമുക്ക് നല്ല പോലെ ആ ബന്ധങ്ങളെ ഒരു ദൃഢമാക്കി കൊണ്ടുവരുന്നത് നമ്മുടെ അത്താഴം കഴിക്കുന്ന ആ സമയത്താണ്. നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് അത്താഴം കഴിക്കുമ്പോൾ നാട്ടുവിശേഷങ്ങളും വീട്ടുവിശേഷങ്ങളും എല്ലാ കാര്യങ്ങളും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുടുംബ അന്തരീക്ഷം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇന്ന് ഒരു കുടുംബത്തിലെ 4 ആളുണ്ടെങ്കിൽ 4 ആൾ ഒരുമിച്ച് ഒരു മേശപ്പുറത്ത് ഭക്ഷണം കഴിക്കാൻ ഇരുന്നിട്ടുണ്ടെങ്കിൽ 4 പേരുടെയും കയ്യിൽ മൊബൈൽ ഫോണാണ്. അവർ പരസ്പരം സംസാരിക്കാനേ സമയമില്ല. അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ റീൽസും സോഷ്യൽ മീഡിയയും വാട്സപ്പും എന്ന് വേണ്ട ഇതിൻ്റെ പുറകെ. അത് ഒരു കാലത്ത് നമ്മളൊക്കെ ചിന്തിച്ചിരുന്നത് കുട്ടികളാണ് ഇതിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം എന്നുള്ളതാണ്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കുടുംബത്തിൽ പ്രായമായിട്ടുള്ളവരും എല്ലാവരും ഇതിൻ്റെ പിന്നാലെയാണ്. കാരണം നമുക്ക് പരസ്പരം എന്താണ് നമ്മുടെ വിഷയം, നമ്മുടെ മക്കളെ ചേർത്ത് നിർത്താതിരുന്നാൽ നമുക്ക് നാളുകളിൽ സംഭവിക്കാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താണ് എന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത തരത്തിലേക്ക് ആ ബന്ധത്തിൻ്റെ അകൽച്ച അത് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നമുക്കറിയാം പഴയ കാലങ്ങളിലൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ ഒരു കല്യാണമുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ചടങ്ങുണ്ടെങ്കിൽ അതല്ല ഒരു മരണം സംഭവിക്കുകയാണെങ്കിൽ അത് സുഖദുഃഖങ്ങളിലൊക്കെ തന്നെ പങ്കാളികളാവുന്നത് നമ്മുടെ നാട്ടുകാരും ബന്ധുക്കളും ആളുകളും ഒക്കെ അവരാണ് അതിൻ്റെ ഭാഗമാകുന്നത്. ഇന്നൊരു കല്യാണം ഉണ്ടെങ്കിൽ നമുക്കറിയാം ബന്ധുക്കളൊക്കെ ഒരു ഗസ്റ്റായിട്ട് വന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. ഇതൊക്കെ ഇന്ന് ഈവൻ മാനേജ്മെൻറ്റിൻ്റെ കൈകളിലേക്കാണ് ഇതൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊരു വീട്ടിലെ ഒരു കല്യാണ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ബന്ധുക്കൾക്ക് തമ്മിൽ പരസ്പരം സംസാരിക്കാൻ പോലും ഒരു പരിചയം പുതുക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് പാട്ടും കൂത്തും ബഹളവുമായി മാറിയിരിക്കുമ്പോൾ എങ്ങനെയാണ് അവിടെ നിന്ന് രക്ഷപ്പെടേണ്ടത് എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു. കാലത്തിനൊത്ത് മാറണം എന്ന് പറഞ്ഞാലും നമ്മളുടെ ആ ബന്ധം നമ്മുടെ ഇടയിൽ നിന്ന് തകർന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ് എന്നാണ് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്നൊക്കെ മനസ്സിലായിട്ടുള്ളത്. അപ്പോഴാണ് നമ്മളെ ഇങ്ങനെയുള്ള ഒരു സംഗമം ഉണ്ടാക്കിയെടുക്കേണ്ടത്. നമ്മൾ നല്ല നാളേക്ക് നമ്മുടെ പൊതു നന്മയ്ക്ക് മനുഷ്യ നന്മയ്ക്ക് വേണ്ടി നമ്മൾ എങ്ങനെ നിലകൊള്ളണം എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനുഷ്യനിലേക്ക് വളർത്തിയെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വലിയ സംഗമമായി ഇത് മാറണം എന്നുള്ളതാണ്. കാരണം നമ്മുടെ എല്ലാത്തിനും ഉപരി നമ്മുടെ സംസ്കാരം, നമ്മുടെ ജീവിത മൂല്യം അത് ഉയർത്തിപ്പിടിച്ചു കൊണ്ടുള്ള ഒരു മുന്നോട്ടുള്ള യാത്രയാണ് നമുക്ക് ഏറ്റവും അഭികാമ്യം എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മുടെ ജനങ്ങളിലെ നമ്മുടെ മക്കൾക്ക്, നമ്മളെ യുവതലമുറയ്ക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട ഉത്തരവാദിത്തം നമ്മൾക്ക് ഓരോരുത്തർക്കുമുണ്ട്. ആ തരത്തിലേക്ക് നമ്മൾ വളർന്നില്ല എങ്കിൽ നാളുകളിൽ നമ്മൾക്ക് ഒരു കുടുംബമോ ബന്ധമോ ഇല്ലാത്ത നമ്മളൊക്കെ ആരൊക്കെയോ ആണ്, നമ്മൾ ആരുമല്ലാത്ത തരത്തിൽ മക്കൾ പോലും നമ്മൾ അന്യന്മാരായി കാണുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ആ ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ നമ്മുടെ മനുഷ്യന്മാരുടെ സ്നേഹവും ബന്ധവും ഊട്ടിയുറപ്പിക്കാൻ ഈ സംഗമത്തിന് കഴിയണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു സമ്മേളനത്തിൽ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളാണ് ഇവിടെ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഒരുപാട് പരിപാടികൾ ഇവിടെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതൊക്കെ തന്നെ നമ്മുടെ മനുഷ്യന്മാർക്കിടയിലുള്ള സ്നേഹവും ബന്ധവും ഊട്ടിയുറപ്പിക്കാനാവുന്ന തരത്തിലേക്ക് വളരട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ഒരു മഹാസംഗമം കണക്റ്റ കൾച്ചറൽ എക്സിബിഷൻ ഈ ഒരു പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം ചെയ്യുന്നു.